പ്രിയപ്പെട്ട അമ്മമാരെ, മാർച്ച് 8 അന്താരാഷ്ട്ര വനിതാ ദിനം. നമ്മൾ സ്ത്രീകൾക്ക് വേണ്ടി നമ്മുടെ കരുത്തിനെ ഓർമ്മിപ്പിക്കാൻ ഒരു ദിവസം കൂടി വന്നെത്തിയിരിക്കുകയാണ്. എല്ലാവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ വനിതാ ദിനാശംസകൾ. നമ്മുടെ വീടിന്റെ ഓരോ ദിവസവും തുടങ്ങുന്നത് നമ്മൾ അമ്മമാരിലൂടെയാണ്. രാവിലെ എഴുന്നേറ്റത് മുതൽ രാത്രി ഉറങ്ങുന്നത് വരെ മക്കൾക്ക് വേണ്ടിയും ഭർത്താവിന് വേണ്ടിയും കുടുംബത്തിന് വേണ്ടിയും ഓടി നടന്ന് ജോലി ചെയ്യുന്നവരാണ് നമ്മൾ അമ്മമാർ. പക്ഷേ ഈ ഓട്ടത്തിനിടയിൽ എവിടെയോ നമ്മളെ തന്നെ മറന്നു പോകുന്നുണ്ടോ? ഈ വനിതാ ദിനത്തിൽ എനിക്ക് നിങ്ങൾ അമ്മമാരോട് ചില കാര്യങ്ങൾ പങ്കുവയ്ക്കുവാനുണ്ട്. എന്തിനാണ് നമ്മൾ വനിതാ ദിനം ആഘോഷിക്കുന്നത്? ഇത് വെറും ഒരു കലണ്ടർ തീയതിയല്ല. ലോകമെമ്പാടുമുള്ള സ്ത്രീകൾ തങ്ങളുടെ അവകാശങ്ങൾക്കും അംഗീകാരത്തിനും വേണ്ടി നടത്തിയ പോരാട്ടങ്ങളുടെ ഓർമ്മപ്പെടുത്തലാണിത്. ഒരു വീടിന്റെ നട്ടെല്ല് നമ്മൾ അമ്മമാരാണ്. നമ്മൾ സന്തോഷമായിരുന്നാൽ മാത്രമേ നമ്മുടെ വീട് മുഴുവൻ സന്തോഷിക്കൂ. അതുകൊണ്ട് തന്നെ നമ്മുടെ കഴിവിനെ അംഗീകരിക്കാനും നമ്മളെ തന്നെ സ്നേഹിക്കാനും പഠിക്കേണ്ട ദിവസമാണിത്. നമ്മൾ വെറും ഒരു വീട്ടമ്മയല്ല. പലപ്പോഴും നമ്മൾ പറയാറുണ്ട്, ഞാൻ വെറും ഒരു വീട്ടമ്മയാണ് എന്ന്. ഒരിക്കലുമല്ല. നമ്മൾ ഓരോരുത്തരും മൾട്ടി ടാസ്കിംഗ് ജീനിയസുകളാണ്. ഒരു മാനേജർക്കും ചെയ്യാൻ കഴിയാത്ത അത്രയും കാര്യങ്ങൾ നമ്മൾ ഓരോ ദിവസവും കൃത്യമായി ചെയ്യുന്നുണ്ട്. പക്ഷെ അമ്മമാരെ, ഒന്ന് ആലോചിച്ചു നോക്കൂ, നമ്മുടെ പഴയ സ്വപ്നങ്ങൾ എവിടെ പോയി? നമ്മൾ നന്നായി പഠിച്ചിരുന്നവരായിരിക്കാം, നല്ലൊരു പാട്ടുകാരിയോ നർത്തകിയോ ആയിരിക്കാം, അല്ലെങ്കിൽ ചെറിയൊരു ബിസിനസ് തുടങ്ങാൻ ആഗ്രഹിച്ചവരായിരിക്കാം. മക്കൾക്ക് വേണ്ടിയും കുടുംബത്തിന് വേണ്ടിയും ആ സ്വപ്നങ്ങൾ മാറ്റിവെച്ചു എന്നത് ശരിയാണ്. പക്ഷേ അവ എന്നേക്കുമായി ഉപേക്ഷിക്കരുത്. 30 വയസ്സിലോ 40 വയസ്സിലോ 50 വയസ്സിലോ നമുക്ക് പുതിയ കാര്യങ്ങൾ പഠിക്കാം. നമ്മുടെ ഈ മാസത്തെ ടൈം മാനേജ്മെന്റ് ചലഞ്ച് നമ്മളെ പഠിപ്പിക്കുന്നത് അതാണ്. മറ്റുള്ളവർക്ക് വേണ്ടി ഓടുമ്പോഴും നമുക്ക് വേണ്ടി ഒരു 15 മിനിറ്റ് മാറ്റിവെക്കാൻ നമ്മൾ പഠിക്കണം. ഈ വനിതാ ദിനത്തിൽ നമുക്ക് 3 തീരുമാനങ്ങൾ എടുക്കാം. 1. സ്വയം സ്നേഹിക്കാം, സെൽഫ് ലവ്. ദിവസവും കുറച്ചു സമയം നമ്മുടെ ഇഷ്ടങ്ങൾക്ക് വേണ്ടി മാറ്റിവെക്കാം. അതൊരു പുസ്തകം വായിക്കുന്നതോ പാട്ട് കേൾക്കുന്നതോ ആകാം. 2. ആരോഗ്യം ശ്രദ്ധിക്കാം. കുടുംബത്തിന്റെ ആരോഗ്യം നോക്കുന്ന നമ്മൾ സ്വന്തം ഭക്ഷണവും വ്യായാമവും മറന്നു പോകരുത്. നമ്മൾ ആരോഗ്യവതികളാണെങ്കിൽ മാത്രമേ കുടുംബത്തെ നന്നായി നോക്കാൻ കഴിയൂ. 3. പഠനം തുടരാം. പുതിയൊരു അറിവോ കലയോ പഠിക്കാൻ പ്രായം ഒരു തടസ്സമല്ല എന്ന് നമുക്ക് തെളിയിക്കാം. ചെറിയ കാര്യങ്ങളിൽ നിന്ന് തുടങ്ങാം. അപ്പോൾ പ്രിയപ്പെട്ട അമ്മമാരെ, നമ്മൾ ശക്തരാണ്, നമ്മൾ കഴിവുള്ളവരാണ്. ഈ ലോകം നമ്മുടേതു കൂടിയാണ്. നമ്മുടെ ടൈം മാനേജ്മെന്റ് ചലഞ്ചിന്റെ 1ാം ആഴ്ച പൂർത്തിയാക്കി 2ാം ആഴ്ചയിലേക്ക് കടക്കുമ്പോൾ ആത്മവിശ്വാസമുള്ള പുതിയൊരു നമ്മളെ നമുക്ക് കണ്ടെത്താം. ഒരിക്കൽ കൂടി എല്ലാവർക്കും വനിതാ ദിനാശംസകൾ. ഈ വീഡിയോ ഉപകാരപ്പെടുമെന്ന് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ കൂട്ടുകാരികളായ മറ്റമ്മമാർക്കും ഷെയർ ചെയ്യാം. അതുപോലെ നമ്മുടെ അമ്മമാർക്ക് വേണ്ടിയുള്ള വാട്സപ്പ് കൂട്ടായ്മയുടെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. അവിടേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. നമുക്ക് ഒന്നിച്ച് വളരാം. താങ്ക്